പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ കാർ പൊട്ടിത്തെറിച്ച് 12 പേർ കൊല്ലപ്പെട്ടു. കോടതി പരിസരത്താണ് സംഭവം. ഇസ്ലാമാബാദിൽ കോടതി പരിസരത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്കാണ് ഈ സ്ഫോടനം ഉണ്ടായത്. 12ഓളം പേർ കൊല്ലപ്പെട്ടു, 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇന്ത്യയിലെ ഈ സ്ഫോടനം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. പരിക്കേറ്റവർ ഏറെ പേരെയും കോടതി ജീവനക്കാരും അതുപോലെ തന്നെ വക്കീലന്മാരുമാണ്. കറുത്ത ഗൗണിട്ട പലരും കൊല്ലപ്പെട്ടു, പലർക്കും പരിക്കേറ്റു. കോടതി പരിസരത്ത് പാർക്ക് ചെയ്യുന്ന ഒരു കാറിലാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അതുഗ്രൻ സ്ഫോടനം തന്നെയായിരുന്നു. 6 കിലോമീറ്റർ അകലെ വരെ ഈ ശബ്ദം കേട്ടു എന്നാണ് ഇന്ത്യ ടുഡേയൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിലെ തെക്കൻ വസീറിസ്ഥാനിൽ അവിടെ പാകിസ്ഥാൻ സേനയുമായി യുദ്ധം നടക്കുന്ന TTP എന്ന തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടനയുടെ ഏരിയയിൽ പാകിസ്ഥാൻ ഇന്നലെ ആക്രമിക്കുകയുണ്ടായി. അതിന് ബദലായി ഉടൻ തന്നെയാണ് ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്ത് ഈ കാർ പൊട്ടിത്തെറിച്ചത്. ഏതായാലും പാകിസ്ഥാനിലെ ഭീകര സംഘടനയെ വളർത്തി പാകിസ്ഥാന് അത് വലിയ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യക്കെതിരായി പാകിസ്ഥാനിലെ 4 or 5 ലഷ്കർ ഇ തോയ്ബ പോലെ സംഘടനകളുണ്ട്. ഇന്ന് വരെ പാകിസ്ഥാൻ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇന്ത്യ പല സന്ദർഭത്തിലും വരെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അവരെ പാലൂട്ടി വളർത്തരുത്. ലഷ്കർ ഇ തോയ്ബയ്ക്കൊക്കെ ഒസാമ ബിൻ ലാദൻ ആയിരുന്ന തുടക്കത്തിൽ 1985-86 കാലഘട്ടത്തിൽ അവരെ ഫിനാൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അറബ് ചില രാഷ്ട്രങ്ങൾ ഫിനാൻസ് ചെയ്യുന്നുണ്ട് ഈ ഭീകര സംഘടനയ്ക്ക്. ആ ഭീകര സംഘടനയുടെ വളർച്ച പാകിസ്ഥാന് തന്നെ ദൂഷ്യമായി വന്നിരിക്കുന്നു. ഇന്ത്യയിലെ ലഷ്കർ ഇ തോയ്ബ നടത്തിയ ഈ അക്രമം പാകിസ്ഥാൻ ബേസ്ഡ് ആണ്. പാകിസ്ഥാനിലെ എതിരായിട്ട് പട്ടാളത്തിന് എതിരായ വസീറിസ്ഥാനിലെ അവിടുത്തെ TTP എന്ന സംഘടന കുറേ നാളുകളായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ലഷ്കർ ഇ തോയ്ബ പോലെ ഒരു സംഘടന തന്നെയാണ് അതെങ്കിലും പാകിസ്ഥാന് എതിരായിട്ടാണ് അവരുടെ നീക്കങ്ങൾ. അവരെ കഴിഞ്ഞ ദിവസം അവരുടെ ഏരിയ ആക്രമിച്ചതിൻ്റെ ബദലായി ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഇസ്ലാമാബാദിലെ അവിടുത്തെ ജില്ലാ കോടതി സമുച്ചയത്താണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. ധാരാളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. എങ്കിലും പാകിസ്ഥാനിലെ ഇത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ നമ്മുടെ റെഡ് ഫോർട്ടിൽ നടത്തിയ ആ അപകടത്തിൽ ഏകദേശം 12 പേരോളം മരണപ്പെട്ടു എന്നാണ് വരുന്നത്. ചാവേർ ആക്രമണമെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പലർക്കും പരിക്കുണ്ട്. 6 പേരുടെ ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ചിഹ്നഭിന്നമായ കുറേയധികം ഡെഡ് ബോഡികളുണ്ട്. എങ്കിലും ഇതിൻ്റെ ചാവേർ ആക്രമണം നടത്തിയ ഉമർ മുഹമ്മദിൻ്റെ ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അയാളുടെ അമ്മയും സഹോദരനും പോലീസ് കസ്റ്റഡിയിലാണ്. അവർ ബ്ലഡ് സാമ്പിൾ എടുത്ത് ആ DNA പരിശോധന പൂർത്തിയാക്കും ഉടനെ. 1 man ഷോ തന്നെയായിരുന്നു ഇത്. അതിൻ്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ഫരീദാബാദിലെ കഴിഞ്ഞ ദിവസം 2 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്ത് 2900 കിലോഗ്രാം അലുമിനിയം നൈട്രേറ്റ് പിടിച്ചെടുക്കുകയുണ്ടായി. എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് പിടിച്ചെടുത്തു. 2 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തു. ആ ഡോക്ടർമാരെ സുഹൃത്തായ ഒരു ലേഡി ഡോക്ടറെ അന്വേഷിച്ച് NIA ഇപ്പോൾ അന്വേഷണം നടത്തുകയാണ്. അതോടൊപ്പം തന്നെ ആ 3 ഡോക്ടർമാരും ഇപ്പം കൊല്ലപ്പെട്ട 4ാമത്തെ ഡോക്ടറും 5ാമത്തെ ഒരു ഡോക്ടറെ ഗുജറാത്തിൽ പിടിച്ചിട്ടുണ്ട്. അത് വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്നാണ് അവരെ ലഷ്കർ ഇ തോയ്ബ വിളിക്കുന്നത്. ഇന്ത്യക്കെതിരായിട്ടുള്ള അക്രമം, പഹൽഗാമിനെതിരായിട്ട് പകരം വീട്ടാൻ വേണ്ടി നടത്തിയ ഈ അക്രമം ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ ഭാഗത്തുള്ള കുട്ടികളെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഈ രീതിയിൽ അവരൊരു അക്രമം സംഘടിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്.